മോളിരിക്കെ. മഹി റൂമൊക്കെ കാണിച്ചോ മോളെ? ഒരുവിധമൊക്കെ. പക്ഷേ വീട് മുഴുവനായിട്ട് കാണാൻ പറ്റിയില്ല. അതിനെന്താ, മോളിനി ഈ വീട്ടിലേക്കല്ലേ മരുമകളായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഇത് നിന്റെ വീടാ, നിനക്കിവിടെ രാജ്ഞിയെ പോലെ ജീവിക്കാം. ഇവിടെ വന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഇനി ലേറ്റ് ആയാലേ പപ്പയ്ക്കും മമ്മിക്കും ഒക്കെ വിഷമാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. മോളെ, ഊണ് കഴിച്ചിട്ട് പോവാം. ആന്റി പറയുന്നത് പോലെ ഞാനിനി ഈ വീട്ടിലായിരിക്കുമല്ലോ താമസം. അങ്ങനെ ആവുമ്പോ എപ്പോ വേണമെങ്കിലും ഊണ് കഴിക്കാലോ. ഊണ് കഴിക്കല്ല, ഊണ് കഴിക്കാൻ ഞങ്ങളെ വിളിക്കുന്നത് പോലും പിന്നെ മോളായിരിക്കുമല്ലോ. ഈ മഹിസാറെ ഒരു മുങ്ങൽ വിദഗ്ധൻ തന്നെ. ഇത്രയും നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എവിടെ പോയിന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കല്യാണി പറയുന്നത് മുഴുവൻ ഈ ചെമ്പരത്തി കേൾക്കാറുണ്ടെന്നാണോ? കൊള്ളാം. തന്റെ ഓരോ വട്ടികൾ കേട്ടോണ്ടിരിക്കാനേ നല്ല സുഖമുണ്ട്. വട്ടൊന്നുമല്ല, സത്യം. എന്താ രണ്ടാളും കൂടി ഇവിടെ? ഒന്നുമില്ല സാർ, ഞാൻ വെറുതെ കല്യാണോട്. എന്ത് വെറുതെ? അതവിടെ ഇട്ടേക്ക്. അതൊന്നും ആരും എടുക്കുന്നത് ജയരാമൻ സാറിന് ഇഷ്ടമല്ല. കല്യാണി നിശാന്തിനെ അകത്ത് തിരക്കുന്നുണ്ട്. കല്യാണി, ഞാൻ അകത്തോട്ട് പോയിട്ട് വരാം. നിശാന്ത് തിരിച്ചു വരണേ. അതിന്റെ സംസ്കാരമെങ്കിലും കാണിക്കണ്ടേ നീ? നീ കെട്ടാൻ പോകുന്നവളാണ് ദക്ഷ. അവൾ ഇവിടെ നിൽക്കുമ്പോ തന്നെ വീട്ടിലെ അടുക്കളക്കാരോട് കൊഞ്ചിക്കുഴയുന്നത് മര്യാദയല്ല. അതിന്റെ പേരാ സംസ്കാരമില്ലായ്മ. അമ്മേ, അത് എന്തത്? ഇതിന് എന്ത് ന്യായമാണ് നിനക്ക് പറയാനുള്ളത്? ഞാനൊരു അധ്യാപകനാ. എന്റെ ക്ലാസ്സിലെ ഏറ്റവും മികച്ച സ്റ്റുഡന്റാ ചിന്നു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥി ഏത് സമയത്ത് എന്ത് സംശയം ചോദിച്ചാലും അത് തീർത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. പഠിത്തത്തിന്റെയും ക്ലാസിന്റെയും കാര്യങ്ങളൊക്കെ അങ്ങ് ക്യാമ്പസിൽ മതി. നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ കാര്യം ആദ്യം നോക്ക്, എന്നിട്ട് മതി മറ്റെന്തും. പറഞ്ഞത് മനസ്സിലായല്ലോ? വാ. ഒരു മരുമകൾ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദക്ഷ. ഈ സ്റ്റേറ്റിന്റെ ഹോം മിനിസ്റ്ററുടെ മകളാണ് എന്ന ഒരു അഹങ്കാരവും ആ കുട്ടിക്കില്ല. ഒരമ്മയോട് കാണിക്കുന്ന എളിമയും സ്നേഹവും അവൾ എന്നോട് എപ്പോഴും കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, മഹിയെ അവൾക്ക് ജീവനാ. എല്ലാ മരുമക്കൾക്കും ആ ഒരു ഗുണം ഉണ്ടാവില്ലല്ലോ. എത്രയും പെട്ടെന്ന് മഹിയുടെയും ദക്ഷയുടെയും കല്യാണം ഞാൻ നടത്തും. എനിക്കും ആൺകുട്ടികളല്ലേ ഉള്ളൂ. വീട്ടിലൊരു മരുമകള് വേണമല്ലോ. എന്റെ കാലശേഷം ഈ വീട് ഭരിക്കാൻ തന്റേടമുള്ള ഒരു മരുമകൾ എനിക്ക് വേണം. ആ ഒരു ഗുണം എന്റെ മരുമകൾ ദക്ഷയ്ക്കുണ്ട്. ദക്ഷ ഇവിടെ ഇയാളെ കാണാനല്ലേ വന്നത്? അതെ. ഇവിടുത്തെ പയ്യനുമായിട്ടും കല്യാണം ഉറപ്പിച്ചെന്നാണല്ലോ അവള് പറഞ്ഞത്. മഹിയാണ് പയ്യനെന്നും അവള് പറഞ്ഞു.
പറഞ്ഞോ? ആ പറഞ്ഞു. ഇവിടുത്തെ പയ്യനെ കെട്ടണമെന്നും പറഞ്ഞ് ദക്ഷ ഇവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയേണ്ടത് ഇയാൾ ഈ വീട്ടിലെ ഓരോന്നോ. ഇത് മാറ്റി പറയാം. അമ്മച്ചിയാണ് പറയാം. ഞാൻ ഈ വീട്ടിലാണല്ലോ ഡ്രൈവർ. ഇവിടെ നിന്നാണല്ലോ പഠിച്ചത്. പഠിപ്പിച്ചത് ജയരാമൻ സാറാണല്ലോ. ഇയാൾ തന്നെ എന്നെ ഡ്രൈവർ വയ്യാന്ന് വിളിക്കാറില്ലേ? പിന്നെന്താ ഇപ്പൊ മാത്രം ഒരു സംശയം? എങ്കി പിന്നെ മഹിയുടെ കല്യാണ പെണ്ണിനെ പോലെ അവളെന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? അവളോട് ചോദിക്കേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാ ഞാനെന്ത് ഉത്തരം പറയും? അയാൾ കഴിക്കുന്നതിന് പകരം ഞാൻ കഴിച്ചാൽ മതിയോ? ഞാനിപ്പൊ ചോദിക്കുന്നത് ഇയാളോടാ. എന്നോട് കള്ളം പറയരുത്, സത്യം പറ. ഈ വീടുമായിട്ട് തനിക്ക് എന്താ ബന്ധം?